എല്ലാ ദിവസവും എനിക്ക് വെച്ച് കഴിഞ്ഞല്ലേ അമ്മച്ചിക്ക് ഇന്ന് ഞാൻ വെച്ച് കൊടുക്കണേ. കറി എന്തെങ്കിലും വേണം അമ്മച്ചി? ഒരു വർഷം എനിക്ക് ഇടുന്ന ഒരു വർഷം എന്ന് പറയുമ്പോൾ 3 വർഷം ഇടും. ആക്കി ഞാൻ കഴിച്ചോളാം. എങ്ങനെയുണ്ട് ഉപ്പ്? എങ്ങനെയുണ്ട്? നല്ല ചൂര മീൻ കിട്ടിയിരുന്നു കേട്ടോ. നല്ല ചൂര, പിടക്കണ ചൂരയാണ്. ചേ ചൂരയുണ്ട്, ചൂര. എങ്ങനെയുണ്ടോ നോക്കിയേ. കിടക്കണ ചൂരയാണ് ഇത്. എവിടെ ചക്കന് എന്താ ചെയ്യാൻ ചോദിച്ചു? അത് എരിവറി വെക്കാം. മുള്ളും തലയും കൂടി വേറെ തിളപ്പിച്ചെടുക്കാം. ചൂര വെച്ച് എരിവറി വെക്കാൻ അമ്മയാണ്. ഇത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കിയാൽ അമ്മച്ചി? തൂക്കി നോക്കിയേ. എന്നാ എത്ര കിലോ ഉണ്ടാവും? എത്ര? 1.5 1 കിലോ ഉണ്ട്. 1 കിലോ 100 ഗ്രാം. എത്ര രൂപ വരും? എനിക്കിത് ഞാൻ മേടിച്ച് ചിലവില്ലാടാ, നീ അല്ലേ മേടിക്കണത്. എത്ര രൂപ വരും? അതിന് 200 വരും. 220 രൂപ. അപ്പോൾ 20 വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എരിവറി ഉണ്ടാക്കാം അല്ലേ? എരിവറിയും തലയും മുള്ളും കൂടി തിളപ്പിക്കാം. അപ്പോൾ ഞാനിത് വെട്ടിയെടുക്കാൻ വേണ്ടി പോണേ കേട്ടാ. അപ്പോൾ കേര മുളക് കറി ഞാനായിട്ട് വെക്കണം. അമ്മച്ചിൻ്റെ റെസ്റ്റാണ്. അപ്പം അമ്മച്ചി ഇത് വറ്റിച്ച് തന്നിട്ടുണ്ട്. ഇത് കണ്ടോ? അതെ, വറ്റിച്ചപ്പോൾ എന്തൊക്കെയാണ് അമ്മച്ചിട്ടേക്കണ? ഓട്ടുള്ളി, ചുളവേപ്പില, ഇഞ്ചി അരിച്ചത്, വെളുത്തുള്ളി അരിച്ചത്, മഞ്ഞപ്പൊടി, മുളക് പൊടി അത്ര ഇട്ടിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടിയൊക്കെ അമ്മച്ചോന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ നമ്മളിന്ന് എരിവറിയൊക്കെ ഇറച്ചിയൊക്കെ വെക്കണ പോലെ എരിവറി വെക്കാൻ നമ്മളേട്ടാ. എരിവറി ഇതുവരെയായിട്ടും ക്യാര വെച്ച് വെച്ചിട്ടില്ല. അപ്പം അമ്മച്ചി ഇന്ന് റെസ്റ്റ് കൊടുത്ത് എങ്ങനെയാണ്. അപ്പം ഞാനിന്ന് വെക്കണത്. വെളിച്ചെണ്ണ വെച്ചോട്ടെ അമ്മച്ചി? വെളിച്ചെണ്ണ ഒന്ന് കാഞ്ഞു വിട്ടല്ലേ. ഉലുവ എന്തെങ്കിലും ഇടണം അമ്മച്ചി? സ്വല്പം, ഒരു 10 രൂപ എണ്ണം. കറിക്ക് ഉലുവ ഇടുവാ? കറിക്ക് ഉലുവ വേണം. ഇത് കടുവും ഇടാല്ലേ? സ്വല്പം കടുക്. തീ കൂടിപ്പാടിയിൽ തീ കൂടിപ്പോയി. തീ ഇതിൽ കുറച്ച് നോക്കാം. കടുവും പൊട്ടട്ട. പെട്ടെന്ന് മൊരിയോ, സാവധാനം മൊരിക്കണം. അതുകൊണ്ട് എന്തായിരുന്നു നമ്മൾ ഉള്ളി ഇട്ടോട്ടെ? പൊട്ടണില്ല, അതിനുള്ളി ഇട്ടു. തീ കുറച്ച്, തീ കുറച്ച് വെച്ചാണ്. തീ പോരാ. ഉള്ളി ഒന്ന് പൊരിഞ്ഞു വരട്ടെ കേട്ടാ. ഇത് വെളിച്ചെണ്ണ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മച്ചി. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിടാൻ കേട്ടാ. ഇതുപോലത്തെ കല്ലൊക്കെ എല്ലാവരും വീടിയും ഉണ്ടാവുമല്ലോ. ചെറുതായിട്ട് ചതഞ്ഞാൽ പോരെ അമ്മച്ചി? ബാക്കിയുള്ള മീൻ എന്ത് ചെയ്ത് അമ്മച്ചി? കുറച്ച് മീനുണ്ടല്ലോ. അത് ഉച്ചക്കെടുത്തില്ലേ, തലേമുള്ളും കൂടി തിളപ്പിച്ചില്ലേ, അതും കൂടി കഴിച്ചത്. നീ രാവിലെ പോകണമെന്ന് പെട്ടെന്ന് ഇതിലോട്ട് കറി വെച്ചു. ഉള്ളി ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട്. അപ്പോൾ നമ്മളെ രാവിലെ മീൻ മേടിച്ച് കൊടുത്തിട്ട് പോയതാണ് അമ്മച്ചി. അപ്പോൾ വറ്റിച്ചൊക്കെ വെച്ചാൽ ഇപ്പോൾ രാത്രിയാണ് ഞാൻ വന്ന് കറി വെക്കണത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് അമ്മച്ചി തലയും മുള്ളും എല്ലാം കൂടി എടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് ചോറ് തിന്ന്. വൈകുന്നേരം വന്നിട്ട് അതുകൊണ്ടാണ് ചോറ് തിന്നത്. ഇത് രാത്രിത്തെ എൻ്റെ ഇത്. ഇതിൻ്റെ എന്തായിരുന്നു അമ്മച്ചി? ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെന്ത് വരട്ടെ. മല്ലിപ്പൊടി ഇത് 2 സ്പൂൺ. പിന്നെന്തിരണം? മല്ലിപ്പൊടി ഇട്ടതിൻ്റെ പിറകെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട പിറകെ മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി എത്ര സ്പൂൺ ഇടണം അമ്മച്ചി? 2. മതി. മഞ്ഞപ്പൊടി കുറച്ചിട്ടാ പോരെ? മഞ്ഞപ്പൊടി 1. പറ്റിക്കാനിട്ടുണ്ടേ മതി. ഇളക്കി കൂട്ടല്ലേ? ഇളക്കി കൂട്ടി. ഇത് മുളക് പൊടി 3 മുളക് പൊടി.
എരിവ് പറയാണ്ടാണ് ഇത്ര ഇടുന്നത്. ഒരു സ്പൂൺ കൂടി ഇടും. ആ സ്പൂണിന് അറിഞ്ഞില്ലേ? ഒരെണ്ണം കൂടി ഇരുന്നോ? ആ ആ വെള്ളം ഒഴിക്കണം അമ്മച്ചി. ആ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കണം, എന്നാലും എണ്ണ തിരികെ. കുരുമുളക് പൊടി എപ്പോൾ ഇടണം? കുരുമുളക് പൊടി ഇപ്പോഴേ ഇട്ടോ, ഒരു സ്പൂൺ. ഒരു സ്പൂൺ മതിയാ? ഒരു സ്പൂൺ മതി, അതിൽ കുത്തലുണ്ടാവും. ഒരു സ്പൂൺ മതി 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 മതി. ഇവിടെ തന്നെ പൊടിച്ചതാണ് കേട്ടോ. എണ്ണ തെളിഞ്ഞു വരും കേട്ടോ. ഇപ്പോൾ വിനാഗിരി ഇടുന്നുണ്ട്. അപ്പോൾ വറ്റിച്ചപ്പോൾ പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ഇടണം അതിൽ. കുറച്ചിട്ടാൽ പോരെ? മതി മതി. പുളിക്കനുസരിച്ച്. ഇതെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഇതല്ല, വിന്താരുമാണ്. വിനാഗിരി ഇട്ട് വെക്കുന്ന നമ്മുടെ കേരക്കറിയാണ്. ഇറച്ചി വെക്കുന്ന പോലെ തന്നെ. എണ്ണ തിരിഞ്ഞ അമ്മച്ചി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ആ എണ്ണ തിരിഞ്ഞെങ്കിൽ മീനിടും. നല്ല എണ്ണ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മീനിടാം നമുക്ക്. മീനിൽ ഉപ്പിട്ടിട്ടുണ്ടോ അമ്മച്ചി? ആ പാത്രം കഴിഞ്ഞ പൈസത്തിൻ്റെ അകത്തോട്ട് ഇടാം. നല്ല കളറുണ്ടല്ലോ, ഇറച്ചിനെ പോലെ. തീ കൂടുതലാണ് കത്തണത്. കുറച്ച് നോക്കാം. അത് കുറച്ച് വെച്ചോ. ഒന്ന് കുറച്ച് വരട്ടെ. ഇത് ഒപ്പുണ്ടാന്ന് നോക്കട്ടെ. വേപ്പലിട്ടല്ല അല്ലേ? വേപ്പിലിടാം. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, ഉപ്പിട്ടോട്ടെ. ആ വേപ്പിലമ്മല കറിയിരിക്കണത്. ഉപ്പ് നേരത്തെ ഇട്ടുണ്ടായിരുന്നാലും കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയും കൂടി നമുക്ക് ഇടാം. വേപ്പിത്തിരി കൂടുതലിരുന്നു കേട്ടോ. വീട്ടിലുണ്ടായ വേപ്പില ഇനി ഉടഞ്ഞു പോകരുത്. ഈ സാധനം ഇതുണ്ട കളർ തന്നെ ഉണ്ടോ, നല്ല കളറാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചു നോക്കട്ടാ. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ തിളച്ചൊന്നും കൂടി വറ്റട്ടാ അല്ലേ? അപ്പം എന്തിട്ടുണ്ടാ തീ ഓപ്പാക്കും. നോക്കട്ടെ മൺചട്ടിയിലാകുമ്പോഴേ തന്നത്തെ തിളച്ചണ്ടിരിക്കും ഒരു 5 മിനിറ്റ്. അടിപൊളി കറി. എന്താ മൊബൈലിലായതുകൊണ്ടേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് കളർ കാണാൻ പറ്റില്ല. നല്ല കളറാണ്. അമ്മച്ചി പറഞ്ഞാൽ ഇനി വറ്റിക്കണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം അമ്മ ചോറ് എടുക്കാൻ വേണ്ടി പോണേണ്ട. അമ്മച്ചിക്ക് ഞാനാ ഇന്ന് ഭക്ഷണം വെച്ച് കൊടുക്കണം. എനിക്കാണെ മതി കേട്ടോ, എനിക്ക് വേണ്ട. കുറച്ചായിക്കോളൂ. മതി മതി മതി. എല്ലാ ദിവസവും എനിക്ക് വെച്ച് തന്നെയല്ലേ. അമ്മച്ചിക്ക് ഇന്ന് ഞാൻ വെച്ച് കൊടുക്കണേ. കറി എന്തെങ്കിലും വേണം അമ്മച്ചി? ഒരു കഷ്ണം. എനിക്ക് ഇന്ന് ഒരു വർഷം എന്ന് പറയുമ്പോൾ 3 വർഷം എടുക്കും. ആക്കി ഞാൻ കഴിച്ചോളാം. ചൂടാണ്, നോക്കി കഴിക്കണം. ആ ഇത് മതിയല്ലേ? ശരിയായിട്ട് തീവാപ്പാക്കാം. കഴിച്ചു നോക്കിയേ. ക്യാരമേല എനിക്കത്ര താല്പര്യമില്ല. കഴിച്ചു നോക്ക്. ഗ്രേവി ഒന്ന് കഴിച്ചിട്ട് പറ. എങ്ങനെയുണ്ട്? ഉപ്പ് എങ്ങനെയുണ്ട്? ഉപ്പ് മുമ്പല്ല. ഉപ്പ് മുമ്പല്ലേ പുറകാണാ? മീനെന്ന് കഴിച്ചാൽ മതി. ചെറിയ കഷ്ണം മീൻ കിള്ളി കഴിച്ചേ. ചൂടാണ്. എങ്ങനെയുണ്ട്? പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ? അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.